എന്തായാലും നമുക്ക് വഴിയെ കാണാം. എന്തായാലും ഇത് 6 മാസം എന്തായാലും തേക്കണല്ലോ. 6 മാസത്തിന്റെ അപ്പുറം പോവോ എന്നുള്ളത് നമുക്ക് വഴിയെ കാണാം. പെരിന്തൽമണ്ണ നഗരസഭയിലെ സ്ഥിരം സമിതി അധ്യക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പൊക്കെ ആയിരുന്നു. അപ്പോ ഒരു UDF ഒരു അംഗം LDF ചേർന്നു. അദ്ദേഹം മത്സരരംഗത്ത് നറുക്കെടുപ്പ് വന്നപ്പോൾ അദ്ദേഹം തോൽക്കുകയുണ്ടായി. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു UDF അംഗം ഇന്ന് വന്നില്ല. വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനത്തേക്ക് LDF അമ്പിളി മനോജ് വിജയിച്ചിരിക്കുന്നു. മൻസൂർ റിച്ചിയിൽ നേരത്തെ ഒരു പ്രാവശ്യം ചാനൽ 10 നിങ്ങൾ തന്നെ പറഞ്ഞിരുന്നു ഈ ഭരണം എവിടം വരെ പോകുമെന്ന്, നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കാണാമെന്ന്. അന്ന് പറഞ്ഞതാണോ ഇന്നിപ്പോ യാഥാർത്ഥ്യമായത്? തീർച്ചയായിട്ടും അന്ന് പറഞ്ഞ തന്നെയാണ് യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നത്. കാരണം ഈ കോലത്തിലാണ് പോകുന്നത് വെച്ചാൽ എങ്ങനെ വരുമെന്നില്ല നിങ്ങളെ ഉദ്ദേശം കിട്ടും. ഞങ്ങൾക്ക് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് ഒരു ചെറിയ ഒരു ശതമാനം ചാൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ചാൻസാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതിന് പുറമെ ബ്ലോക്ക് പഞ്ചായത്തിൽ സംഭവിച്ച പോലെ തന്നെ പെരിന്തൽമണ്ണയിൽ സംഭവിച്ചു. ഇത് തുടർന്ന് സംഭവിക്കുമ്പോൾ എന്തെങ്കിലും പറയാല് ടീം UDF എന്നാണ് കഴിഞ്ഞ ചാനൽ ചർച്ചയിൽ ജബ്ബാർക്കന്റെ സംസാരിക്കാൻ കേട്ടത്. ആ ടീം UDF പെരിന്തൽമണ്ണ നഗരസഭയിൽ എത്തിയപ്പോഴും ഇല്ല എന്ന് മനസ്സിലായല്ലോ. ടീം UDF എന്ന് പറയുന്നത് അവര് തമ്മിൽ ടീം UDF ആണെന്നില്ല മനസ്സിന് പോലും ഉറപ്പുവരുത്തുകയാണ്. ഞങ്ങൾ ഒന്നിച്ചാണെന്ന് ഞങ്ങൾക്ക് അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഞങ്ങൾ ഒന്നിച്ചാണ്. പക്ഷെ അതേമാതിരി ഇങ്ങനെ പറയും തോറും അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് UDF. എന്തായാലും നമുക്ക് വഴിയെ കാണാം. എന്തായാലും ഇത് 6 മാസം എന്തായാലും തേക്കണല്ലോ. 6 മാസത്തിന്റെ അപ്പുറം പോവോ എന്നുള്ളത് നമുക്ക് വഴിയെ കാണാം. കഴിഞ്ഞ ദിവസം താങ്കൾ തന്നെ പറഞ്ഞിരുന്നു ഇതൊക്കെ വരട്ടെ, തെരഞ്ഞെടുപ്പ് നഗരസഭയില് സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് വരട്ടെ, അത് കഴിഞ്ഞിട്ട് 6 മാസം വരെ പോകുമെന്നൊക്കെ നമുക്ക് നോക്കാന്നുള്ളത് അന്നും മൻസൂർ റച്ചീർ പറഞ്ഞിരുന്നു. അപ്പൊ 6 മാസം പോകില്ലെന്നുള്ള തുടക്കം ഇട്ടതാണോ ഈ സംഭവം എന്ന് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്? അല്ലാതെ തുടക്കമാണല്ലോ, തുടക്കം കുറിച്ചിട്ടേ ഉള്ളൂ. ഒന്നുമില്ല, ജനങ്ങളെ ഞങ്ങൾ ഒഴിവാക്കിയിട്ടൊന്നുമില്ല. 34 വോട്ടിനാണ് പെരിന്തൽമണ്ണ നഗരസഭയിൽ അടുത്ത വർഷം ബേക്കറി പോയത്. വെറും 34 വോട്ടിന്. നിങ്ങൾക്കറിയാം, 1 വോട്ടിന് 7 വോട്ടിന് 26 വോട്ടിന് എന്നുള്ള നിലക്ക് 34 വോട്ടിനാണ് കൃത്യമായിട്ട് ഞങ്ങൾക്ക് ഈ നഗരസഭ നഷ്ടപ്പെട്ട്. ഒരു തർക്കമല്ല. അത് ഞങ്ങൾ തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമല്ല. UDF വലിയ ആത്മവിശ്വാസത്തിലാണ്. അപ്പൊ അവരുടെ പ്രതീക്ഷകളൊക്കെ തകിടം മറിച്ച് 6 മാസത്തിനുള്ളിൽ ഏകദേശം തീരുമാനമാക്കുമെന്ന് ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ ഒരു തമാശയായി കാണേണ്ട കാര്യമുണ്ടോ? ഞങ്ങൾ അതിനെ കുറിച്ചൊന്നും ഇപ്പൊ പറയണില്ല. വഴിയെ കാണാന്ന് പറഞ്ഞല്ലോ. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ പറഞ്ഞ വഴിയെ കാണാന്നാണ്. വഴിയെ നമുക്ക് കാണാം. ഈ ടീം UDF എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പൊ മനസ്സിലായി കാണും. ഞങ്ങൾ പറയേണ്ട കാര്യമില്ല. അപ്പോ മുമ്പ് കോൺഗ്രസിന്റെ സുബൈറാക്കപ്പടനോട് സംസാരിച്ചു. അതുപോലെ അവരെന്നെ ഇനി തുടർന്ന് ഇന്നു മുതൽ സംസാരിക്കും. ഞങ്ങൾ പറയേണ്ട കാര്യമില്ല. ടീം UDF പറഞ്ഞിട്ട് തന്നെ അവരൊന്ന് സംസാരിക്കും. ആ ടീം UDF എന്താണെന്നുള്ളത് ഇന്ന് അവിടെ കൗൺസിൽ ആളുടെ ഉള്ളിൽ തെളിഞ്ഞതാണ്. അപ്പൊ ഇന്ന് മുതൽ തെളിയാൻ പോകുകയാണ്. പച്ചേരി സുബൈറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാണ്. അദ്ദേഹത്തിന് കുറെ അമർശങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം ഞങ്ങളോട് പങ്കുവയ്ക്കുണ്ടായി. പാർട്ടി കോൺഗ്രസ് ഇവിടെ ഒന്നുമില്ല, UDF കൂടെ ഇല്ല, അങ്ങനെ ടീം UDF ഇല്ല. അപ്പൊ ഇനി കൗൺസിൽ ഹാളിൽ അദ്ദേഹം നിങ്ങളോടൊപ്പം പ്രതിപക്ഷത്തായിരിക്കുമോ എന്ന് ജനങ്ങൾ ചോദിച്ചാൽ അതിനൊരു ഉത്തരം കൂടി വേണ്ടേ? അല്ല, ഞങ്ങൾ ആരും സ്വീകരിക്കൂല എന്ന് പറയണില്ലല്ലോ. ഒരാൾ വരുമ്പോൾ വരണ്ട എന്ന് പറയുന്നത് വിശാലമായ പാർട്ടിയാണ്. ഇതിൽ ആര് വന്നാലും എത്ര വന്നാലും സ്വീകരിക്കാൻ പറ്റുന്ന പാർട്ടിയാണിത്. അപ്പൊ അതിലൊന്നും തർക്കമില്ല. അങ്ങനെ ഒരാളെ സ്വീകരിക്കൂല എന്ന് പറയാൻ പറ്റുമോ? അയാൾ സ്വതന്ത്രമായിട്ട് മത്സരിച്ച ആളാണ്. സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ആളാണ് അല്ലേ? അപ്പോ പാർട്ടി ചിഹ്നത്തിലൊന്നല്ലോ. മൂപ്പരെ കൈകൊണ്ട് കൂടിയിട്ടാണ് ജയിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ വെറും കോൺഗ്രസ് വോട്ടുകൊണ്ടൊന്നും ജയിച്ച ആളൊന്നല്ല സുബൈർ. അതുകൊണ്ട് നമ്മൾ ആരും സ്വീകരിക്കും. 2 കൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറാണ് ഈ പാർട്ടി. ഞങ്ങൾക്ക് ഈ പാർട്ടിയിലെ ആള് അധികമായിട്ടില്ല, എന്നും അധികമല്ലേനും. അപ്പൊ ആരെ കിട്ടിയാലും നമ്മൾ സ്വീകരിക്കും. വർഗീയവാദികളല്ലാത്തവരെ മുഴുവൻ സ്വീകരിക്കും. വർഗീയ പ്രസ്ഥാനങ്ങളിലെ ആളുകളെ ഞങ്ങൾക്ക് വേണ്ട. അല്ലാത്ത നിലക്ക് മനുഷ്യന്മാരായുള്ള ആളുകളൊക്കെ ഞങ്ങൾ സ്വീകരിക്കും. അപ്പോ പ്രതിപക്ഷം നിരയുന്ന രാഹുൽ കൂടിയുണ്ട്, DYFയുടെ നേതാവാണ്. ഇപ്പൊ ഇവിടെ ഇന്ന് കണ്ട കാഴ്ച എന്ന് പറഞ്ഞാല് UDF വലിയ പ്രതീക്ഷയിലായിരുന്നു. ആ പ്രതീക്ഷയുടെ ഒരു ഭാഗം, അതായത് എന്താ പറയാ, ഒരു 2-3 കല്ലടക്കി മാറ്റിയ പോലെ ആയിപ്പോയില്ലേ? ഇത് എങ്ങനെയാ സംഭവിച്ചേ? ഞങ്ങള് കല്ലിളക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആരും ഒന്നും ചെയ്തിട്ടില്ല. പെരിന്തൽമണ്ണ നഗരസഭയിലെ പ്രത്യേകിച്ച് MLAയുടെ നേതൃത്വത്തിലും അദ്ദേഹം ഇവിടെ വന്നതോടുകൂടി പെരിന്തൽമണ്ണയിലെ ലീഗിനെയും കോൺഗ്രസിനെയും ടീം UDF ആയി ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടുന്ന അവര് തന്നെ സ്വയം പറയണം. ഞങ്ങൾ അല്ലാതെ പറഞ്ഞത്. ഞങ്ങളെ 16 കൗൺസിലർമാരും അടിയുറച്ച് ഞങ്ങളെ കൂടെ നിൽക്കുന്നുണ്ട്. പിന്നെ സ്വാഭാവികമായി അതിൽ നിന്നുണ്ടായി വരുന്ന ചില ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളാണ്.
ഞങ്ങൾ പറഞ്ഞല്ലോ ഇപ്പൊ നേരത്തെ മൻസൂർ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾക്ക് വർഗീയപരമായി ചിന്തിക്കുന്നവരല്ലാത്ത ആര് വന്നാലും ഞങ്ങൾ സ്വീകരിക്കും. അങ്ങനെയാണ് അത് ആരോ വന്നോട്ടെ, ആര് വന്നാലും സ്വീകരിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. ഇപ്പൊ ഞങ്ങള് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഞങ്ങൾക്ക് കിട്ടി. ഞാൻ പറഞ്ഞു ഇനി വരാനിരിക്കുന്ന നാളുകളിൽ എന്തൊക്കെ നടക്കുമെന്ന് നമുക്ക് നോക്കി കാണേണ്ടി വരും. അതിന്റെ ഒരു മുന്നോടിയാണ് തീർച്ചയായിട്ടും. കാരണം പെരിന്തൽമണ്ണ നഗരസഭയില് ഇപ്പോഴും പെരിന്തൽമണ്ണയിലെ CPM-ന് ഉറച്ച ശക്തി കോട്ട തന്നെയാണ് പെരിന്തൽമണ്ണ. ചിലയിടങ്ങളിലെ ചെറിയ ചെറിയ പാളിച്ചകൾ ഉണ്ടായിട്ടുള്ളൂ. കോൺഗ്രസ്സുകാരും കൂടി വിചാരിച്ചിട്ടുണ്ടാവില്ല ഈ തരത്തിലുള്ള ഒരു വിജയം, അല്ലെങ്കിൽ ലീഗുകാരും കൂടി വിചാരിച്ചില്ല. അപ്പൊ ഞങ്ങൾക്ക് പറ്റിയ ചെറിയ ചെറിയ പെശക് ഞങ്ങളുടെ പാർട്ടി അത് പരിഹരിക്കും, ഒരു സംശയവും വേണ്ട. ഇത്തരത്തിലുള്ള ഇപ്പൊ കണ്ടല്ലോ 21 16 ഉണ്ടായിട്ട് ഞങ്ങൾക്കൊരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി കിട്ടി. അപ്പൊ വരുന്ന ദിവസങ്ങളുണ്ടല്ലോ, നമുക്ക് കാണാം, കാത്തിരുന്ന് കാണാം. UDF-ന്റെ വലിയൊരു സ്വപ്നം എന്ന് പറഞ്ഞാണ് ഇവിടെ അധികാരത്തിലെത്തിയത്. ഇപ്പോഴത്തെ ഒരു സൈഡിൽ നിന്ന് തന്നെ ടീം UDF-ലെ കല്ലിളക്കി തുടങ്ങുന്നതാണ് ഇപ്പോൾ LDF ആളുകൾ, അതുപോലെ UDF-ലെ ചില പ്രവർത്തകർ തന്നെ സങ്കടത്തോട് പറഞ്ഞു ടീം UDF-ലെ ചില കല്ലുകൾ ഇത് ഇപ്പോഴേ ഇളകി തുടങ്ങിയെന്ന്. അപ്പൊ കല്ലിളക്കുന്നതിന്റെ ആദ്യഘട്ടമായിട്ട് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി UDF-ന് കിട്ടേണ്ടത് LDF-ന് കിട്ടി. ആ സന്തോഷം വലിയ സന്തോഷമല്ലേ? സന്തോഷം തന്നെയാണ്. കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടിരുന്ന ഒരാൾ തന്നെയാണ്. ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത ഒരു സന്തോഷമാണ് കിട്ടിയിട്ടുള്ളത്. ഞങ്ങള് വോട്ടെടുപ്പിലൂടെ തന്നെയാണ് ഞങ്ങള് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പിടിച്ചെടുത്തിട്ടുള്ളത്. ഞങ്ങൾ 3-3 ആയിരുന്നു. പക്ഷെ അവരുടെ ഒരാൾ വന്നിട്ടില്ല. അതുകൊണ്ട് 3-2 ഇതിലാണ് നിന്ന് 3 വോട്ട് എനിക്ക് കിട്ടിയത് കൊണ്ട് ഞാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി. അപ്പൊ അവിടെ ഒരു ചോദ്യമുണ്ട്. നിങ്ങള് ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആകാൻ വേണ്ടി ഈ ഒരാൾ വന്നില്ലെന്ന് പറയുന്നു UDF-ലെ, അതാ വരാതിരിക്കപ്പെട്ടതാണോ എന്ന് ജനങ്ങൾ ചിന്തിച്ചാൽ അതിന്റെ ഒരു ഉത്തരവാദി വേണമല്ലോ. ഇല്ല, അങ്ങനെ ഞങ്ങള് ആരുമായിട്ട് ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ അങ്ങനെ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഈ നിമിഷം വരെ. ഞങ്ങള് സാധാ എങ്ങനെയാണോ വരുന്നത് അതുപോലെ ഞങ്ങൾ 16 ആളുകൾ ഒറ്റക്കെട്ടായി വന്ന് ഞങ്ങളുടെ പാർട്ടി തീരുമാനിച്ചിരുന്നു എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലെ ആളുകൾ ഇതിൽ പങ്കെടുക്കണമെന്ന്, സ്ഥാനാർത്ഥി ആവണമെന്ന് തീരുമാനിച്ചു. അത് പ്രകാരം ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നാമനിർദ്ദേശ പത്രിക കൊടുത്തു. പിന്നെ വോട്ടെടുപ്പ് വന്നപ്പോഴാണ് അറിയുന്നത് ഒരാളില്ല എന്നുള്ളത് അറിയുന്നത്. പക്ഷെ നമ്മുടെ ആളുകൾ നമുക്ക് 3 വോട്ട് ചെയ്യുകയും അവരുടെ ആളുകൾ വരാത്തത് കൊണ്ട് അവർക്ക് 2 വോട്ട് കിട്ടുകയും ചെയ്തതാണ്. അല്ല, ഞാൻ എവിടെ ഒരു കാര്യം ചോദിക്കട്ടെ. പച്ചേരി സുബൈർ, അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹം ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാനത്തേക്ക് മത്സരിച്ചു. അദ്ദേഹം നറുക്കെടുപ്പിൽ തോറ്റു. അപ്പൊ അദ്ദേഹത്തിന്റെ തന്നെ പ്രതികരണത്തിൽ ആ കാര്യം വ്യക്തമാണ്. അപ്പൊ അദ്ദേഹം വരികയും അദ്ദേഹത്തോടൊപ്പമുള്ള ഒരു UDF-ലെ അംഗം വരാതിരിക്കുകയും ചെയ്യുന്നത് എന്തെങ്കിലും ധാരണയുടെ പുറത്താണോ എന്ന് പുറത്തുള്ള ഈ പെരിന്തൽമണ്ണക്കാരിങ്ങനെ ചിന്തിച്ചാല് അതൊരു ശരിയാണോ? ഇല്ല, അത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞങ്ങളുടെ പാർട്ടിക്കും തോന്നുന്നില്ല. കാരണം അങ്ങനെ ഒരു ധാരണ ഞങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയിട്ടില്ല. അത്രേ പറയാനുള്ളൂ. ഏകദേശം ഇനി ഒരു 6 മാസത്തിനുള്ളിൽ, നേരത്തെ മൻസൂർ നച്ചീൽ പറഞ്ഞു, അതുപോലെ രാഹുൽ പറഞ്ഞു, തുടക്കമാണിത്. ഇനി ഒരു 6 മാസം പോട്ടെ. CPM-ന്റെ ശരിയാണ്, CPM-ന്റെ വലിയ രീതിയിലുള്ള പരാജയം എന്നൊന്നും പറയാൻ പറ്റില്ല. 38 വോട്ട് മാത്രമേ വോട്ടിനുള്ള വിജയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുള്ളൂ. അപ്പൊ CPM-ന്റെ കോട്ടകളൊക്കെ അങ്ങനെ തന്നെ ഉണ്ടെന്ന് അവർ പറയുന്നത് വാസ്തവമാണ്. കാരണം വലിയ ഭൂരിപക്ഷത്തിനും വലിയ രീതിയിലൊക്കെ വിജയമാണെങ്കിൽ മാത്രമേ, അത് ആകെ വലിയ ഭൂരിപക്ഷത്തിനെന്ന് പറഞ്ഞാൽ 1 സ്ഥലത്തോ 2 സ്ഥലത്തോ മാത്രമേ UDF-ന് അവകാശപ്പെടാറുള്ളൂ. അപ്പൊ ഇപ്പോ തുടക്കം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് അമ്പിളി മനോജ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. UDF-ലെ ഒരംഗം വന്നില്ല. ഒരു UDF-ന്റെ കൗൺസിലർ LDF-നൊപ്പം ചേർന്ന് മത്സരിച്ച്, അങ്ങനെ കുറെ നാടകീയമായ ഒരുപാട് സംഭവങ്ങൾക്ക് ശേഷം LDF-കാർ സന്തോഷത്തോടെ വരുന്നു. ഒരു പ്രതീക്ഷയില്ലാതിരുന്നത് ഒരു സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം അവർക്ക് കിട്ടിയിരിക്കുന്നു. ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് നാട്ടുകാര് കൗതുകത്തോടെ നോക്കാൻ ഇതൊരു അവസരമായി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ടീം UDF-ന്റെ കാര്യം ഇനി എന്താവും എന്നുള്ള കാര്യം നേരത്തെ പച്ചേരി സുബൈർക്ക തന്നെ പറഞ്ഞ പോലെ നാട്ടുകാരും കാത്തിരിക്കുകയാണ് എന്താവും എന്നുള്ള കാര്യം. ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ. കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം ഫാമിലി പ്ലാനിങ് ഒക്കെയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോൾ ആ പ്ലാനും കൈവിട്ടു. കുട്ടികളില്ലാത്തതിനേക്കാളും വിഷമമാണ് കുട്ടികളായില്ല എന്നുള്ള ചോദ്യം സഹിക്കുന്നത്. ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത്. വിശേഷത്തിന് തുടക്കമാവുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.